മിറാക്കുലസ് ഡേയ്സ് വിത്ത് മോഹൻജി. രാജേഷ് കാമത്ത്. വിവർത്തനം ശങ്കരനാരായണൻ മീറ്റ്ന. അധ്യായം 8. സൂക്ഷ്മവും അപ്രതീക്ഷിതവുമായ സ്വഭാവമാറ്റം. മോഹൻജിയെയും അദ്ദേഹത്തിൻ്റെ നിയോഗത്തെയും കുഴപ്പം വരുത്തുന്നതിനും താമസം വരുത്തുന്നതിനും നിഷേധാത്മക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഞങ്ങൾ യാത്ര തുടങ്ങുന്നതിനു മുമ്പ് മോഹൻജിയുമായി ബന്ധം പുലർത്തുന്ന ദേവി അമ്മയെപ്പോലുള്ള പല ഗുരുക്കന്മാരും അദ്ദേഹത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. നക്ഷത്ര സംബന്ധമായ ഭീഷണികളും ധാരാളമുണ്ടെന്ന് അവർ സൂചിപ്പിച്ചിരുന്നു. ആസൂത്രിതമായ യാത്രകൾ ചെയ്യാതെ എല്ലാറ്റിൽ നിന്നും വിട്ട് ഏകാന്തതയിൽ കഴിയുന്നതായിരിക്കും തൽക്കാലത്തേക്ക് നല്ലതെന്ന് അവർ ഉപദേശിച്ചു. അവരോടുള്ള ബഹുമാനത്തോടും വിനയത്തോടും കൂടി തന്നെ മോഹൻജി അവയെല്ലാം അവഗണിച്ചു. തടസ്സങ്ങളെ നേരിടാൻ തയ്യാറാകാതെ തൻ്റെ മാർഗവും ലക്ഷ്യവും മാറ്റുന്നത് തൻ്റെ മാർഗദർശക തത്വങ്ങൾക്ക് എതിരായിരിക്കും. താൻ ഭയത്തെ കാര്യമാക്കാറില്ല. ഒറ്റയ്ക്ക് നടക്കുവാൻ ഭയവുമില്ല. തൻ്റെ ഊർജവും കഴിവുകളും തൻ്റെ സ്വന്തം പ്രയാസങ്ങൾ പരിഹരിക്കുവാനായി ഉപയോഗിക്കുവാൻ അദ്ദേഹം വിസമ്മതിച്ചു. നിരുപാധിക സ്നേഹത്തിൻ്റെ പാതയിൽ ഒരാൾക്ക് തൻ്റെ ശക്തികൾ സ്വരക്ഷയ്ക്കായി ഉപയോഗിക്കുവാൻ കഴിയുകയില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഉദാഹരണമായി ആദിശങ്കരാചാര്യരുടെ കഥ പറഞ്ഞു. ഒരു താന്ത്രികന് ഒരു പ്രത്യേക വരം ലഭിക്കുവാൻ ഒരു നരബലി ആവശ്യമായിരുന്നു. തൻ്റെ തലയറുത്ത് ബലിയർപ്പിക്കുവാൻ ശ്രീ ശങ്കരാചാര്യൻ താന്ത്രികനെ അനുവദിച്ചു. ആ മഹാഗുരുവിൻ്റെ ശിഷ്യനായ പത്മപാദൻ നരസിംഹരൂപമെടുത്ത് താന്ത്രികനെ വധിച്ച് തൻ്റെ ഗുരുവിനെ രക്ഷിച്ചു. അതുപോലെ ഒരു പ്രത്യേക സന്ദർഭത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമ്മുടെ മനോധർമ്മം അനുസരിച്ച് നിശ്ചയിക്കണമെന്ന് മോഹൻജി പറഞ്ഞു. തൻ്റെ ശരീരനാശത്തിന് അത് കാരണമായാലും അത് അത്ര പ്രധാനമല്ല. ഊർജം ഇല്ലാതെ തന്നെ തൻ്റെ നിയോഗം ഇത്രയുമോ ഇതിൽ കൂടുതലോ ഊർജ്ജസ്വലതയോടെ തുടരുവാൻ തനിക്ക് കഴിയും. ഇതുവരെയുള്ള യാത്ര മോഹൻജിയുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം തൻ്റെ വേഗം കുറച്ചില്ല. പരിപാടികൾ സാധാരണ പോലെ തുടർന്നു. അദ്ദേഹം ശാരീരികമായി എത്രമാത്രം ക്ലേശിച്ചിരുന്നു എന്ന് കൂടെയുള്ള ഞങ്ങൾ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഭീഷണി വാസ്തവം തന്നെയാണെന്നും അടുത്ത ഭാവിയിൽ മോഹൻജി വളരെ ശ്രദ്ധിക്കണമെന്നും ശ്രീ ത്യാഗാനന്ദൻ സ്ഥിരീകരിച്ചു. ഞങ്ങൾ ബാംഗ്ലൂർക്ക് മടങ്ങുമ്പോൾ അടുത്ത ദിവസം ശ്രീശൈലത്തിന് അടുത്തുള്ള സ്വാമി പൂർണ്ണാനന്ദൻ്റെ ആശ്രമത്തിലേക്ക് വന്ന് തൻ്റെ ഗുരുവിൻ്റെ അനുഗ്രഹം സ്വീകരിക്കുവാൻ അദ്ദേഹം മോഹൻജിയോട് അഭ്യർത്ഥിച്ചു. മോഹൻജിയുടെ ആരോഗ്യത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ട് അല്പം കൂടുതൽ ബുദ്ധിമുട്ട് സഹിച്ച് ആശ്രമത്തിൽ വന്ന് മോഹൻജിയെ കാണുവാൻ അദ്ദേഹം തയ്യാറായിരുന്നു. വരാമെന്ന് മോഹൻജി സമ്മതിച്ചു. പിറ്റേ ദിവസം രാവിലെ നേരത്തെ പൂർണ്ണാനന്ദാശ്രമത്തിലേക്ക് പുറപ്പെടാമെന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. കുറച്ചു സമയത്തെ ഉറക്കത്തിന് ശേഷം ഞങ്ങൾ എഴുന്നേറ്റ് പോകാൻ തയ്യാറായി. ഏകദേശം 14 മണിക്കൂർ നീണ്ട ക്ലേശകരമായ ഒരു യാത്രയായിരുന്നു അത്. രാത്രി വൈകി അവിടെ എത്തി. നേരെ ഞങ്ങളുടെ മുറികളിലേക്ക് പോയി. ആശ്രമത്തിലെ ഏറ്റവും നല്ല മുറികളാണ് ഞങ്ങൾക്കായി തന്നത്. ആശ്രമത്തിലുള്ളവർ ഞങ്ങളുടെ ആവശ്യങ്ങളെക്കുറിച്ച് ശ്രദ്ധാലുക്കളായിരുന്നു. മോഹൻജിയും തെലുങ്ക് തർജ്ജമ ചെയ്യുന്ന സ്ത്രീയും ശ്രീ ത്യാഗാനന്ദൻ്റെ മുറിയിലേക്ക് പോയി. കുറേ നീണ്ട ചർച്ചകളുണ്ടായി. മുറിയിൽ നിന്ന് സംസാരത്തിൻ്റെയും മന്ത്രം ജപിക്കുന്നതിൻ്റെയും വലിയ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ഇടയ്ക്കെല്ലാം ചെറിയ കാര്യങ്ങൾക്കായി എന്നെ വിളിച്ചിരുന്നു. എങ്കിലും അധികവും ഞാൻ ഞങ്ങളുടെ മുറിയിൽ എന്തെങ്കിലും തെരുപ്പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു. നടപടികളിലൊന്നും എനിക്ക് പങ്കില്ലാതിരുന്നത് എന്നെ അല്പം നിരാശനാക്കി. രാത്രി വളരെ വൈകുന്നതുവരെ ഇത് നടന്നുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിശ്രമത്തിനായി ഞങ്ങളുടെ മുറികളിലേക്ക് പോയി. രാവിലെ ഞങ്ങൾക്ക് ദക്ഷിണേന്ത്യൻ സമ്പ്രദായത്തിലുള്ള പ്രാതൽ നൽകപ്പെട്ടു. രാത്രിയിൽ ഭഗവാൻ സത്യസായി വന്ന് മോഹൻജിയിൽ ലയിക്കുന്നതായി താൻ കണ്ടതായി ശ്രീ ത്യാഗാനന്ദൻ പറഞ്ഞു. ഭഗവാനിൽ നിന്ന് തരംഗങ്ങൾ വന്നുകൊണ്ടിരുന്നു. അവ മോഹൻജിയിൽ ചെന്നു ലയിച്ചു. ആദര സമന്വിതമായ ഒരു വിസ്മയാനുഭവമായിരുന്നു അദ്ദേഹത്തിന് അത്. ഹൈദരാബാദിലെ ശ്രീ ത്യാഗാനന്ദൻ്റെ ആശ്രമം പോലെ ആയിരുന്നില്ല സ്വാമി പൂർണ്ണാനന്ദൻ്റെ ആശ്രമം. ഇവിടെ അധികം സ്ഥല സൗകര്യവും പല ക്ഷേത്രങ്ങളും ഒരു യാഗശാലയും ഉണ്ട്. അടുത്തു തന്നെ ഒരു വേദ പാഠശാലയും ഉണ്ട്. പ്രാതലിന് ശേഷം ഞങ്ങൾ ആശ്രമം കാണുവാൻ പോയി. യാഗശാലയും കണ്ടു. ശാലയുടെ നടുവിൽ ഒരു വലിയ ഹോമകുണ്ഡമുണ്ട്. പാഠശാലയിൽ കുറച്ച് വിദ്യാർത്ഥികൾ വേദസൂക്തങ്ങൾ ഉച്ചത്തിൽ ചൊല്ലിക്കൊണ്ടിരുന്നു. അത് സന്തോഷകരമായ ഒരു അന്തരീക്ഷമുണ്ടാക്കി. പ്രായം ചെന്ന ഒരാൾ മോഹൻജിയെ വന്ന് കണ്ടു.
അദ്ദേഹം ആശ്രമത്തിൻ്റെ ട്രസ്റ്റിമാരിൽ ഒരാളാണെന്നും അദ്ദേഹം ഞങ്ങളെ ആശ്രമം കാണുവാനായി കൊണ്ടുപോകാമെന്നും പറഞ്ഞു. അദ്ദേഹം മോഹൻജിയെ ആദരിച്ചു. സ്വാമി പൂർണ്ണാനന്ദൻ്റെ ജീവിതകഥ വിവരിച്ചു. ആശ്രമത്തിലെ പ്രധാന ഭാഗങ്ങൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ഞങ്ങൾ സമാധി ക്ഷേത്രവും സന്ദർശിച്ചു. അതിൽ സ്വാമി പൂർണ്ണാനന്ദൻ്റെ സ്വർണ്ണവർണ്ണത്തിലുള്ള മനോഹരമായ ഒരു ലോഹപ്രതിമയുണ്ട്. അവിടെ ഞങ്ങൾ പ്രണാമങ്ങൾ അർപ്പിച്ചു. അടുത്തു തന്നെ രാഘാഡി ബാബയുടെ ഒരു ക്ഷേത്രവുമുണ്ട്. രാഘാഡി ബാബ ഗണേശ്പുരിയിലെ സ്വാമി നിത്യാനന്ദൻ്റെ ഒരു ശിഷ്യനാണ്. അപ്പോൾ ഞങ്ങൾക്ക് സ്വാമി പൂർണ്ണാനന്ദൻ്റെ ദത്തപാരമ്പര്യവുമായുള്ള ബന്ധം മനസ്സിലായി. രാഘാഡി ബാബ ചെറിയ പ്രായത്തിൽ ഒരു ഗുരുവിനെ അന്വേഷിച്ച് വീട് വിട്ടിറങ്ങി. അദ്ദേഹം ഭഗവാൻ നിത്യാനന്ദനെ കണ്ടുമുട്ടി. ഭഗവാൻ രാഘാഡി ബാബയോട് അദ്ദേഹത്തിൻ്റെ കഴിവുകളെക്കുറിച്ചും അദ്ദേഹത്തിന് എന്താണ് ചെയ്യുവാൻ കഴിയുക എന്നും ചോദിച്ചു. രാഘാഡി ബാബ പറഞ്ഞു, എനിക്ക് ഭക്ഷിക്കാൻ കഴിയും, മല്ലിടാൻ കഴിയും. ഭക്ഷിക്കാൻ വേണ്ടി മല്ലിടാൻ കഴിയും, മല്ലിടാൻ വേണ്ടി ഭക്ഷിക്കാനും കഴിയും. സ്വാമി നിത്യാനന്ദൻ അദ്ദേഹത്തെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു. ഓങ്കാരാനന്ദ എന്ന സന്യാസനാമം നൽകി. എന്നാൽ അന്നാട്ടിൽ രാഘാഡി ബാബ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുക. എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം തല മുതൽ കാൽവിരലുകൾ വരെ ആസകലം ഭസ്മം പൂശിയിരിക്കും. ഹിന്ദിയിൽ രാഖ് എന്നാൽ ഭസ്മം, വെണ്ണീർ. ക്ഷേത്രത്തിൽ രാഘാഡി ബാബയുടെയും ഭഗവാൻ നിത്യാനന്ദൻ്റെയും ഫോട്ടോകളുണ്ട്. ക്ഷേത്രത്തിനടുത്ത് ഒരു ധ്യാനമന്ദിരമുണ്ട്. അവിടെ രാഘാഡി ബാബയുടെ യഥാർത്ഥത്തിലുള്ളത്ര വലിപ്പമുള്ള മോഹിപ്പിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. നിങ്ങൾ മുറിയിൽ ഏതു ഭാഗത്തായാലും ബാബയുടെ കണ്ണുകൾ നിങ്ങളെ പിന്തുടരുന്നു. ഞാൻ നിങ്ങളെ എൻ്റെ നോട്ടത്തിൽ നിന്ന് പോകാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്നത് പോലെ. ആ മുറിയിലെ ഊർജം തൊട്ടറിയാൻ കഴിയുന്നതായിരുന്നു. ഊർജത്തിൻ്റെ ശക്തമായ അലകൾ എൻ്റെ തലയുടെ മുകൾ ഭാഗത്തു കൂടെ ഒഴുകുന്നത് എനിക്ക് അനുഭവപ്പെട്ടു. മുംബൈയിൽ എൻ്റെ വീടിനടുത്തുള്ള ഗണേശ്പുരി ഞാൻ പല തവണ സന്ദർശിച്ചിട്ടുണ്ട്. എങ്കിലും രാഘാഡി ബാബയുടെ ആശ്രമം എനിക്ക് അറിയാമെങ്കിലും ഞാൻ ഒരിക്കലും സന്ദർശിച്ചിട്ടില്ല. കൗതുകകരമായി എൻ്റെ വീട്ടിൽ നിന്ന് വളരെ ദൂരെ ആയിരിക്കുമ്പോഴാണ് എനിക്ക് രാഘാഡി ബാബയുടെ ആദ്യ ദർശനം സാധ്യമാകുന്നത്. എൻ്റെ തെറ്റിന് മോഹൻജിയോടും രാഘാഡി ബാബയോടും ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. ആശ്രമത്തിൽ സ്വാമി പൂർണ്ണാനന്ദൻ്റെ ചെറുപ്പം മുതൽ സമാധി വരെയുള്ള ജീവിതകാലത്തെ പല ഘട്ടങ്ങളിലെ പലതരത്തിലുള്ള ഫോട്ടോകൾ സൂക്ഷിച്ചിരുന്ന ഒരു സ്ഥലമുണ്ട്. ചിത്രങ്ങളിൽ കൂടി പറയുന്ന ജീവചരിത്രമായിരുന്നു അത്. സ്വാമിയുടെ ചിത്രങ്ങൾ കാണാനും ജീവിതത്തിലെ സന്ദർഭങ്ങൾ ആസ്വദിക്കാനും അദ്ദേഹത്തിൻ്റെ മനോഹരമായ ഉദ്ധരണികൾ വായിക്കാനുമായി ഞങ്ങൾ വളരെ സമയം ചെലവഴിച്ചു. ട്രസ്റ്റി ഞങ്ങൾക്ക് സ്വാമിയുടെ ജീവചരിത്ര പുസ്തകത്തിൻ്റെ ഓരോ കോപ്പി തന്നു. സ്വാമി പൂർണ്ണാനന്ദൻ്റെ ജീവചരിത്രവും ഉദ്ധരണികളും അനുശാസനങ്ങളും വായിച്ചതിന് ശേഷം അദ്ദേഹത്തിൻ്റെയും മോഹൻജിയുടെയും ആശയങ്ങളിലും പ്രകാശന ശൈലിയിലും ഞാൻ വലിയ സാമ്യം കണ്ടു. രണ്ടുപേരുടെയും രീതി ഒരുപോലെ നേരിട്ടുള്ളതും ശൈവവും കലർപ്പില്ലാത്തതും നാട്യമില്ലാത്തതും പൊയ്മുഖമില്ലാത്തതും പ്രയോജനമില്ലാത്തതിനെ പ്രോത്സാഹിപ്പിക്കാത്തതുമാണ്. 14 വർഷം മുമ്പ് സ്വാമി തൻ്റെ ജപമാല മോഹൻജിക്ക് കൊടുക്കാനായി തൻ്റെ ശിഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ചത് കേവലം യാദൃച്ഛികമായിരുന്നു. പാരമ്പര്യം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ബോധം തലമുറകളുടെ നാഡികളിൽ കൂടി ഒഴുകുന്നു. ട്രസ്റ്റി പോകാൻ അനുവാദം ചോദിച്ചു. ഓഫീസിലേക്ക് പോകാനും കൂടുതൽ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഉണ്ടെങ്കിൽ നോക്കുവാനും മോഹൻജി നിശ്ചയിച്ചു. ആശ്രമം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരേ ഒരു ഇംഗ്ലീഷ് പുസ്തകം ഞങ്ങൾക്ക് തന്ന ജീവചരിത്രമാണെന്ന് ട്രസ്റ്റി പറഞ്ഞു. എന്തായാലും ഓഫീസ് സന്ദർശിക്കാമെന്ന് മോഹൻജി തീരുമാനിച്ചിരുന്നു. മോഹൻജി ട്രസ്റ്റിയെ അനുഗ്രഹിച്ചു. ഞങ്ങളുടെ ആതിഥേയൻ പോയതിനു ശേഷം മോഹൻജിയും ഞാനും ഓഫീസിലേക്ക് പോയി. വാങ്ങാൻ പറ്റിയ പുസ്തകങ്ങളോ ചിത്രങ്ങളോ ഉണ്ടോ എന്ന് ഷെൽഫുകളിൽ തിരയുവാൻ മോഹൻജി എന്നോട് പറഞ്ഞു. ട്രസ്റ്റി പറഞ്ഞിരുന്നത് പോലെ ജീവചരിത്രം ഒഴികെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ പുസ്തകങ്ങളും തെലുങ്ക് ഭാഷയിലുള്ളവയായിരുന്നു. പെട്ടെന്ന് ഓഫീസ് വാതിൽക്കൽ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു. അവർ മോഹൻജിയെ നോക്കി കരഞ്ഞുകൊണ്ട് നിന്നു. മോഹൻജി കൈ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. അവർ അകത്തു വന്ന് മോഹൻജിയുടെ കാൽക്കൽ നമസ്കരിച്ചു. അവരുടെ കണ്ണീർ ഒഴുകിക്കൊണ്ടിരുന്നു. മോഹൻജി ഹിന്ദിയിൽ പറഞ്ഞു, ചിന്താ മത് കരോ, സബ് ടീക് ഹോ ജായേഗ. ആലോചിച്ച് വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. അദ്ദേഹം തൻ്റെ കണ്ണിൻ്റെ ചിത്രമുള്ള കാർഡ് അവർക്ക് കൊടുത്തു. മോഹൻജിക്ക് അക്കാലത്ത് ഹിന്ദിയിൽ സംസാരിക്കുവാൻ ഒരു പരിഭാഷകൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ ഹിന്ദി സ്വാധീനം വളരെ മെച്ചപ്പെട്ടു. മാത്രമല്ല, തെക്കേ ഇന്ത്യയുടെ ഈ ഭാഗങ്ങളിൽ ഹിന്ദി അപൂർവമായേ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് മോഹൻജി ഹിന്ദിയിൽ സംസാരിച്ചത് എന്നെ അമ്പരിപ്പിച്ചു.
ആ സ്ത്രീ പുറത്തുപോയി ഉടനെ തന്നെ തൻ്റെ മനോവൈകല്യമുള്ള മകനെയും കൂട്ടി തിരികെ വന്നു. അവർ മകനോട് മോഹൻജിയുടെ കാൽക്കൽ നമസ്കരിക്കാൻ പറഞ്ഞു. മോഹൻജി അവനെ അനുഗ്രഹിക്കാനും അപേക്ഷിച്ചു. അദ്ദേഹം അവനെ അനുഗ്രഹിച്ച് ഉടനെ പുറത്തിറങ്ങി പോവുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തെ പിന്തുടർന്നു. മുറിയിലെത്തിയ മോഹൻജി വിശ്രമിക്കാനൊരുങ്ങി. ഇപ്പോൾ കഴിഞ്ഞ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. പല ചോദ്യങ്ങളും മനസ്സിൽ ഉയർന്നു വന്നു. വേറെ ഇംഗ്ലീഷ് പുസ്തകങ്ങൾ ഇല്ലെന്ന് ട്രസ്റ്റ് ഞങ്ങളോട് പറഞ്ഞിരുന്നു. പിന്നെ എന്തിനാണ് ഓഫീസിൽ പോയത്? ഞാൻ മാത്രം പോയാലും പുസ്തകങ്ങൾ തിരയാൻ കഴിയുമായിരുന്നു. പിന്നെ എന്തിനാണ് മോഹൻജി കൂടെ വന്നത്? എന്തിനാണ് അവിടെ ആ കസേരയിൽ കാത്തിരുന്നത്? ആ സ്ത്രീയെ കാക്കുകയായിരുന്നോ? അദ്ദേഹം ഇവിടെ ആദ്യമായി വരികയാണ്. അവരെ മുമ്പ് കണ്ടിരിക്കാൻ സാധ്യതയില്ല. എന്തിനാണ് അദ്ദേഹം ഹിന്ദിയിൽ സംസാരിച്ചത്? എന്തിനാണ് അവരോട് വിഷമിക്കണ്ട എന്ന് പറഞ്ഞത്? ആ സ്ത്രീയുടെ കളങ്കമില്ലാത്ത മനോവികാരം എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. മോഹൻജിയെ മുറിയിൽ വിട്ട് ഞാൻ വേഗം ഓഫീസിലേക്ക് മടങ്ങി. ആ സ്ത്രീയോട് എന്തിനാണ് കരയുന്നത് എന്ന് ഞാൻ ചോദിച്ചു. അവർ ഓഫീസിലുള്ള സ്വാമി പൂർണ്ണാനന്ദൻ്റെ വലിയ ചിത്രത്തെ ചൂണ്ടിക്കാണിച്ചു. അവർ തെലുങ്കിൽ എന്തൊക്കെയോ പറഞ്ഞു. എനിക്ക് തെലുങ്ക് ഭാഷ അറിയില്ല. ഓഫീസിലുള്ള ഒരാളോട് ഞാൻ അത് തർജ്ജമ ചെയ്തു തരുവാൻ അഭ്യർത്ഥിച്ചു. സ്വാമി പൂർണ്ണാനന്ദൻ ഒരു ദർശനത്തിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഉടൻ ആശ്രമത്തിലേക്ക് വരാൻ അവരോട് നിർദ്ദേശിച്ചു. ഓഫീസിലെത്തിയ അവർ രുദ്രാക്ഷമാല അണിഞ്ഞ് കസേരയിലിരിക്കുന്ന സ്വാമി പൂർണ്ണാനന്ദനെയാണ്, മോഹൻജിയെ അല്ല കണ്ടത് എന്ന് അയാൾ എന്നോട് പറഞ്ഞു. അവർക്ക് മാത്രം കാണാൻ കഴിഞ്ഞ ഒരു കാഴ്ചയായിരുന്നു അത്. ഞാൻ കണ്ടത് മോഹൻജിയെ മാത്രമായിരുന്നു. അല്പസമയം എനിക്ക് മിണ്ടാൻ പോലും വയ്യാതായി. ഈ വിസ്മയകരമായ അനുഭവം പങ്കുവച്ചതിന് ആ സ്ത്രീയോട് ഞാൻ കൃതജ്ഞത പ്രകാശിപ്പിച്ചു. ഈ സംഭവത്തെക്കുറിച്ച് ഞാൻ പിന്നീട് മോഹൻജിയോട് പറഞ്ഞപ്പോൾ അദ്ദേഹം പതിവ് പോലെ അതിനെ ഒരു വെറും സാധാരണ കാര്യമെന്ന പോലെ നിസ്സാരമാക്കി. മോഹൻജിയോട് അടുത്ത് പെരുമാറുകയോ യാത്രകളിൽ കൂടെ പോവുകയോ ചെയ്തിട്ടുള്ള മിക്കവർക്കും ഇത്തരം അനുഭവങ്ങൾ സാധാരണമാണ്. ഞാൻ കൂടെയുള്ളപ്പോൾ ചിലപ്പോൾ ഞാനും മറ്റുള്ളവരെ പോലെ അവയെ കാര്യമായി എടുക്കാതിരിക്കും. എന്തായാലും മോഹൻജി ഉള്ളപ്പോൾ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളും പ്രതീക്ഷിക്കാം. ഒരു സംഭവത്തിന് എന്നെ സാക്ഷിയായി തിരഞ്ഞെടുക്കുന്നതിന് പിന്നിൽ എപ്പോഴും ഒരു മഹത്തായ ലക്ഷ്യമുണ്ടെന്ന് ഞാൻ മറക്കുന്നുവെങ്കിൽ അതിൻ്റെ നഷ്ടം എനിക്ക് തന്നെയാണ്. ഒരു ഗുരുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നാം ജാഗ്രതയോടെയുള്ള ഉണർവ് പാലിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. സൂക്ഷ്മം കുറയുമ്പോൾ സന്ദേശം നഷ്ടപ്പെടുന്നു. നാം ഒരു ഗുരുവിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ പൂർണ്ണമായും മുഴുവനായും അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ആയിരിക്കണം. പല സന്ദേശങ്ങളും എനിക്ക് നഷ്ടപ്പെടുവാൻ ഇടയായിട്ടുണ്ടെന്ന് ഞാൻ അംഗീകരിക്കുന്നു. കൂടുതൽ വലിയ ഒരു ലക്ഷ്യത്തോടു കൂടിയ ഈ സംഭവം ഒഴിച്ചു നിർത്തിയാൽ ഓഫീസിലേക്കുള്ള മോഹൻജിയുടെ യാത്ര ആവശ്യമില്ലാത്തതായിരുന്നു. ആ സ്ത്രീ സ്വാമി പൂർണ്ണാനന്ദൻ്റെ ഒരു തീവ്ര ഭക്തയായിരുന്നു. അവരുടെ ബോധത്തിൻ്റെ ഏകത കൊണ്ട് അദ്ദേഹത്തെ കണ്ട് അനുഗ്രഹം വാങ്ങണമെന്നുള്ള അവരുടെ ശക്തമായ ആഗ്രഹം മോഹൻജിയിൽ കൂടി നിറവേറ്റപ്പെട്ടു. ഗുരുമണ്ഡലത്തിൽ ഭേദഭാവം ഇല്ലാത്തതുകൊണ്ട് മോഹൻജി സ്വാമി പൂർണ്ണാനന്ദനായി. മോഹൻജി എല്ലാ ഗുരുക്കന്മാരും എല്ലാ വ്യക്തികളും ആകുന്നു. ഈ ധാരണ ഒരു കാര്യം വ്യക്തമാക്കുന്നു: ഭക്തി ഒരിക്കലും പാഴായി പോകുന്നില്ല. ഈ സംഭവം എനിക്ക് ഒരു പ്രധാന പാഠം കൂടി തന്നു. നമുക്ക് തോന്നുന്നതായിക്കൊള്ളണമെന്നില്ല യാഥാർത്ഥ്യം. മോഹൻജിയുടെ നിഗൂഢമായ പ്രവൃത്തികൾക്ക് ദൂരവ്യാപകമായ കാരണങ്ങൾ ഉണ്ടാകാം. എനിക്ക് അത് അറിയാൻ കഴിഞ്ഞെന്ന് വരില്ല. അദ്ദേഹം വിശദീകരിക്കാൻ മെനക്കെടാറില്ല. അദ്ദേഹം പലപ്പോഴും അതിനെ നിസ്സാരമാക്കുകയും ചെയ്യുന്നു. അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ കൂടി വിനീതമായി ഒരു നദിയെപ്പോലെ മന്ദമായി ഒഴുകുന്നു. ഞങ്ങൾ ഉച്ചഭക്ഷണം കഴിഞ്ഞ് വിശ്രമിച്ചു. പോകാൻ സമയമായപ്പോൾ ഞങ്ങൾ ശ്രീ ത്യാഗാനന്ദൻ്റെ മുറിയിലേക്ക് ചെന്നു. മോഹൻജി പോകുന്നതോർത്ത് അദ്ദേഹം വീണ്ടും സങ്കടപ്പെട്ടു. പതിവ് പോലെ പ്രശംസയും സ്നേഹവും ചൊരിഞ്ഞു. അദ്ദേഹം മോഹൻജിയോട് അടുത്തു വരുവാൻ പറഞ്ഞു. മോഹൻജിയുടെ കയ്യിൽ മേൽ പിടിച്ചുകൊണ്ട് അദ്ദേഹം പല മന്ത്രങ്ങളും സ്തോത്രങ്ങളും ചൊല്ലി. ശ്രീ ത്യാഗാനന്ദൻ ചൊല്ലുന്നത് കേൾക്കുക സുന്ദരമായ ഒരു അനുഭവമായിരുന്നു. ഗുരുക്കന്മാരുടെ ഊർജം ഞങ്ങളിൽ കൂടി ഒഴുകി. അത് അവസാനിച്ചപ്പോൾ ശ്രീ ത്യാഗാനന്ദൻ മോഹൻജിയുടെ നെറ്റിയിൽ 3-ാം കണ്ണു മുതൽ മുകളറ്റം വരെ സിന്ദൂരം തൊടുവിച്ചു. ഞങ്ങൾ ശ്രീ ത്യാഗാനന്ദൻ്റെ മുമ്പിൽ നമസ്കരിച്ച് അനുഗ്രഹം വാങ്ങി. അദ്ദേഹം എൻ്റെ നേരെ നോക്കി മോഹൻജിയോട് പറഞ്ഞു, "ഇയാൾ ഒരു നല്ല കുട്ടിയാണ്." മോഹൻജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, "ശരിയാണ്, ഇനി വളർന്ന് പ്രായപൂർത്തിയാവണം." ഔ, ഗുരുവിൻ്റെ ചൂരലടി! സംരക്ഷണത്തിനായുള്ള ഒരു ക്രിയാവിധി ചെയ്യാനായി അടുത്ത ആഴ്ച
താൻ ബാംഗ്ലൂർക്ക് വരുന്നുണ്ടെന്ന് ശ്രീ ത്യാഗാനന്ദൻ പറഞ്ഞു. യാത്ര പറഞ്ഞ് ഞങ്ങൾ കാറിനടുത്തേക്ക് നടന്നു. മോഹൻജി ശ്രീ ത്യാഗാനന്ദൻ്റെ ശിഷ്യന്മാർക്കെല്ലാം ഒരു അനുഗ്രഹം പോലെ കുറേശ്ശെ പണം കൊടുത്തു. പ്രധാന ശിഷ്യൻ വിനയത്തോടെ വേണ്ടെന്ന് പറഞ്ഞു. മോഹൻജി ഉറപ്പിച്ചു പറഞ്ഞു, താങ്കൾ ഗുരുവിൽ നിന്ന് എന്താണ് പഠിച്ചത്? എല്ലാ ഗുരുക്കന്മാരും ഒന്നാണ്. അനുഗ്രഹം സൗമനസ്യത്തിൻ്റെയും നിരുപാധിക സ്നേഹത്തിൻ്റെയും രൂപത്തിൽ വരുമ്പോൾ അതിനെ തടയരുത്. മോഹൻജിയുടെ കർക്കശമായ മുഖഭാവം അയാളെ ഭയപ്പെടുത്തി. അയാൾ പതിഞ്ഞ സ്വരത്തിൽ ക്ഷമായാചനം ചെയ്ത് പണം സ്വീകരിച്ചു. കാറിൽ കയറിയ മോഹൻജി അമർത്തി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, തനിക്ക് അയാളുടെ അഹംഭാവം ശരിയാക്കണം എന്ന ഉദ്ദേശമുണ്ടായിരുന്നു എന്ന്. ഇതോടെ ഒന്നുകിൽ അയാൾ ഭേദപ്പെടും, അല്ലെങ്കിൽ കൂടുതൽ മോശമാകും. ഈ അനുഭവത്തെ ആധാരമാക്കി ഞാൻ മനസ്സിലാക്കുന്നത്, ശിഷ്യന്മാർക്ക് മറ്റൊരു ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും സ്വീകരിക്കാമോ എന്നത് ആ ഗുരുക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെ അനുസരിച്ച് അവർക്ക് അറിയാൻ കഴിയുമെന്നാണ്. ഒരു ഗുരു മറ്റൊരു ഗുരുവിൻ്റെ ശിഷ്യന് ആ ഗുരുവുമായി ആലോചിക്കാതെ പ്രാരംഭം കൊടുക്കുകയോ മന്ത്രം ഉപദേശിക്കുകയോ ചെയ്യുകയില്ല. മോഹൻജിയുടെ കൂടെ താമസമാക്കിയ ശേഷം ഉറവിടവുമായി ബന്ധപ്പെട്ട ഗുരുക്കന്മാർ തമ്മിലുള്ള ഈ ധാരണയും പരസ്പര ബഹുമാനവും പാലിക്കപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതേസമയം മോഹൻജി ചെയ്തതുപോലെ ഒരു ഭൗതിക സമ്മാനം കൊടുക്കുകയാണെങ്കിൽ അത് ആ ശിഷ്യൻ്റെ മേന്മയ്ക്കും മറ്റേ ഗുരുവിനോടുള്ള അംഗീകാരത്തിനും ആദരവിനുമാണ് കാരണമാകുക. നിങ്ങളുടെ ഗുരു നിങ്ങളെ മറ്റൊരു ഗുരുവിൻ്റെ അടുത്തേക്ക് അയക്കുകയാണെങ്കിൽ ആ ഗുരുവിൽ നിന്ന് നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ് എന്ന് മോഹൻജി വിശദീകരിച്ചിട്ടുണ്ട്. യാത്ര അയക്കുവാനായി ശ്രീ ത്യാഗാനന്ദൻ ഗേറ്റ് വരെ വന്നു. കാറിൻ്റെ ജനൽ കൂടി കൈയിട്ട് മോഹൻജിയുടെ കയ്യിൽ പിടിച്ചു. കാർ മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹം കൈവീശിക്കൊണ്ടിരുന്നു. ഞങ്ങൾ ശ്രീശൈലത്തിന് അടുത്തായിരുന്നുവെങ്കിലും സമയപരിമിതി മൂലം ഞങ്ങൾക്ക് ശക്തമായ മല്ലികാർജുന ക്ഷേത്രം സന്ദർശിക്കുവാൻ കഴിഞ്ഞില്ല. ക്ഷേത്രത്തിലേക്കുള്ള വഴി പിരിയുന്നിടത്ത് കാർ നിർത്തി. ആ ദിശയിലേക്ക് തിരിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത് ശിവഭഗവാനിലേക്ക് എത്തിയിട്ടുണ്ടാവും. എന്തായാലും ഞങ്ങളുടെ ശിവഭഗവാൻ കാറിൽ കൂടെ ഉണ്ടായിരുന്നു. ശ്രീശൈലത്തുള്ള മഹേശ്വരൻ ഞങ്ങളുടെ വീഴ്ച പൊറുക്കുമാറാകട്ടെ. ഒരു നീണ്ട യാത്രയ്ക്കൊടുവിൽ വളരെ വൈകി ഞങ്ങൾ ബാംഗ്ലൂരിൽ എത്തി.